എല്ലാവർക്കും നമസ്കാരം. നമ്മുടെ പുതിയൊരു അധ്യായത്തിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് ഒരു ചെറിയ കഥയായാലോ എന്ന് വിചാരിച്ചു. രാമായണ കഥ ഏറെക്കുറെ എല്ലാവർക്കും തന്നെ അറിയുന്നതാണ്. ഇനി വരാൻ പോകുന്ന മാസം രാമായണ മാസമാണ്. വളരെ വിശേഷപ്പെട്ട മാസമാണ്. അപ്പോൾ തീർച്ചയായിട്ടും ഇതിലെ ഒരു പ്രധാന ഭാഗമാണ് മുദ്രമോതിരവും അടയാളവാക്യവുമായിട്ട് ആഞ്ജനേയ സ്വാമിയെ ശ്രീരാമചന്ദ്രസ്വാമി സീതാദേവിയുടെ അടുത്തേക്ക് അയക്കുന്നുണ്ട്, ലങ്കയിലേക്ക് അയക്കുന്നുണ്ട്. അപ്പോൾ ഭഗവാൻ ശ്രീരാമചന്ദ്രസ്വാമിയുടെ നിർദ്ദേശമനുസരിച്ച് യാതൊരു തടസ്സവുമില്ലാണ്ട് ബുദ്ധിമുട്ടുകളും കൂടാണ്ട് ലങ്കയിലെത്തുകയും പിന്നെ ഉണ്ടായിരുന്ന കഥകളൊക്കെ എല്ലാവർക്കും അറിയാലോ. സീതാദേവിയെ കാണുകയും ഭഗവാൻ പറഞ്ഞ കാര്യങ്ങളൊക്കെ സീതാദേവിയോട് പറയുകയൊക്കെ ചെയ്തു. ഭഗവാന്റെ കാര്യങ്ങളെല്ലാം ദേവിയെ ബോധിപ്പിക്കുകയും ചെയ്തു. ആ സമയത്ത് ദേവി ആഞ്ജനേയ സ്വാമിയിൽ സംപ്രീതയായ ദേവി ഭഗവാനായിട്ട് നൽകാൻ എന്തെങ്കിലും ഉണ്ടോ എന്ന് നോക്കിയ സമയത്ത് ചുറ്റും ഒന്നും കാണാത്ത സമയത്ത് അടുത്ത് നിന്നിരുന്ന ഒരു വെറ്റിലക്കൊടിയിൽ നിന്നും കുറച്ച് വെറ്റില നുള്ളിയിട്ട് ഒരു മാല കെട്ടി ഭഗവാനായിട്ട് സമർപ്പിച്ചു എന്നുമാണ് ഒരു കഥ. ഈ കാര്യം നമ്മൾ ആഞ്ജനേയ സ്വാമി ക്ഷേത്രത്തിൽ വെറ്റിലമാല സമർപ്പിക്കാറുണ്ടല്ലോ അല്ലേ. നമ്മുടെ ഉദ്ദേശിച്ച കാര്യങ്ങൾ തടസ്സം കൂടാതെ നടക്കാൻ വേണ്ടിയിട്ടും, അതുപോലെ തന്നെ ജോലി സംബന്ധമായിട്ടുള്ള കാര്യങ്ങളിൽ തടസ്സം ഉണ്ടെങ്കിൽ അതൊക്കെ മാറാനായിട്ടും നമ്മൾ ആഞ്ജനേയ സ്വാമി ക്ഷേത്രത്തിൽ വെറ്റിലമാല സമർപ്പിക്കാറുണ്ട്. തീർച്ചയായിട്ടും ഭഗവാൻ പോയ കാര്യങ്ങളൊക്കെ തടസ്സം കൂടാതെ നടന്നു വന്നില്ലേ. അപ്പോൾ ഈ ഭഗവാന് ഈ മാലയാണ് ദേവി സമർപ്പിച്ചത്. അതുപോലെ നമുക്ക് വെറ്റില വീടുകളിൽ ഉണ്ട് എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും വെറ്റിലമാല 108 വെറ്റിലയാണ് ഒരു മാലയ്ക്ക് വേണ്ടിയിട്ട് എടുക്കാറ്. വെറ്റില ഉപയോഗിച്ച് മാല കെട്ടി ഭഗവാനായിട്ട് സമർപ്പിക്കാം. അതല്ലെങ്കിൽ വെറ്റില നേദിക്കാനായിട്ട് ആഞ്ജനേയ സ്വാമി ക്ഷേത്രം തൊട്ടടുത്തുണ്ട് എന്നുണ്ടെങ്കിൽ അവിടെ കൊണ്ട് കൊടുക്കുകയും ചെയ്യാം. എന്തായാലും ഭഗവാന്റെ ആ ഒരു വിജയത്തെ സൂചിപ്പിക്കുന്ന പോലെ നമ്മളും ചെയ്യുന്ന കാര്യങ്ങളൊക്കെ വളരെയധികം തടസ്സങ്ങളൊന്നുമില്ലാണ്ട് നമ്മൾ വിചാരിച്ച കാര്യം നടക്കാനായിട്ട് ആണ് നമ്മൾ ഈ വെറ്റിലമാല സമർപ്പിക്കുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും ഭഗവാന് വെറ്റിലമാല സമർപ്പിച്ച് പ്രാർത്ഥിച്ചോളൂ. നിങ്ങളുടെ ഏതൊരാഗ്രഹവും നടന്നിരിക്കും. ജോലി സംബന്ധമായിട്ടുള്ള ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന നിരവധി ആളുകൾ ഈ കാലത്ത് നമുക്ക് കാണാനായിട്ട് സാധിക്കും. അപ്പോൾ ഓരോരുത്തരുടെയും ഈ ജോലി സംബന്ധമായിട്ടുള്ള ബുദ്ധിമുട്ടുകളൊക്കെ മാറി എല്ലാവർക്കും അവരവർ ആഗ്രഹിച്ച തരത്തിലുള്ള ജോലിയും ജീവിതവും ഒക്കെ ലഭിക്കാൻ വേണ്ടി ആഞ്ജനേയ സ്വാമിയുടെ അനുഗ്രഹം എല്ലാവരിലും ഉണ്ടാവട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിച്ചുകൊണ്ട് മറ്റൊരു വിഷയവുമായി വീണ്ടും കാണാം. നന്ദി, നമസ്കാരം.